കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വന്ന അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ അപകടം. കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിലാണ് സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ 3 പേർ മരിച്ചത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞായിരുന്നു ഈ അപകടമുണ്ടായത്. ആ പ്രദേശത്തേക്ക് അപകടമുണ്ട്, കൈവരി അപകടാവസ്ഥയിലാണ്, അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിട്ടും ഈ മരിച്ച ഒരാൾ അർച്ചനയുടെ സുഹൃത്ത് ശിവപ്രസാദ് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നതും 3 പേർ മരിക്കുന്നതും. ഈ വീട്ടിലുണ്ടായ ഒരു തർക്കമാണ് 3 പേരുടെ മരണത്തിലേക്ക് കലാശിച്ച സംഭവത്തിന് കാരണമായത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത്. അർച്ചനയും സുഹൃത്തായിട്ടുള്ള ശിവകൃഷ്ണൻ തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശിവകൃഷ്ണൻ ഈ വീട്ടിലേക്ക് എത്തിയത്. അയാൾ മദ്യക്കുപ്പിയുമായിട്ടായിരുന്നു വന്നതെന്നാണ് അർച്ചനയുടെ മൂത്ത മകൾ പറയുന്നത്. ആദ്യം ഉച്ചയ്ക്ക് അവിടെ നിന്ന് മദ്യം കഴിച്ചു. അതിനുശേഷം ബാക്കിയുള്ള മദ്യം കഴിക്കാനായി പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പി കണ്ടില്ല. അത് അർച്ചന മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് അർച്ചനയെ അയാൾ മർദ്ദിച്ചു. അതിൻ്റെ പേരിൽ തുടർച്ചയായിട്ടുള്ള മർദ്ദനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ള ആൾക്കാർ പറയുന്നത്. രാത്രി 12 മണിക്ക് ശേഷം മർദ്ദനം സഹിക്കാനാവാതെ അവർ ഈ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ അവർ മർദ്ദനമേറ്റതിൻ്റെ ദൃശ്യങ്ങളടക്കം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തുകയും സോണിയസ് കുമാർ ഇതിനകത്തേക്ക് കിണറിനകത്ത് വലിയ ആഴമുള്ള കിണറാണ്, കിണറിനകത്തേക്ക് കയറ് കെട്ടി കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അവിടേക്ക് ഇറങ്ങി. ആ സമയത്ത് ഈ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. അർച്ചനയെ ഒരു സുരക്ഷാ വലയിലാക്കി മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ശിവകൃഷ്ണൻ ഇവിടേക്ക് എത്തുകയും ടോർച്ചിൻ്റെ വെട്ടം ഈ കിണറിനുള്ളിലേക്ക് തെളിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ആ കിണറിൻ്റെ ആൾമറ മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. സോണിയസ് കുമാറിന്റെ തലയിലേക്കാണ് ഈ കല്ലും കട്ടയും നിറഞ്ഞ പദാർത്ഥങ്ങൾ വീണത്. ഞങ്ങൾ നിലവിളി കേട്ടോണ്ട് കൂടി വരും ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കരയ്ക്ക് നിന്ന് മറ്റൊരു സുഹൃത്ത് ഇവരുടെ അയാളത്തിന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മാറിക്കപ്പോൾ കേട്ടില്ല. കിണറിനൊരു 80 അടി തടിച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ്, ആ മനുഷ്യന്റെ ജീവനാണ് ഇവിടെ നഷ്ടമായത്. ഈ ശിവകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അർച്ചനയെ രക്ഷിക്കാമായിരുന്നു. ഒപ്പം തന്നെ ഈ 2 പേർക്ക് മൊത്തം 3 പേർക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. അർച്ചനയെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. തലയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് സോണിയസ് കുമാറിന്റെ. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ജീവൻ നഷ്ടമായത്. പിന്നീട് കുണ്ട്രയിൽ നിന്നും കൊല്ലത്തു നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് മറ്റു 2 പേരെയും അർച്ചനയും ശിവകൃഷ്ണനെയും മുകളിലേക്ക് ഉയർത്തിയത്. ആ സമയത്തേക്ക് അവരുടെയും ജീവൻ നഷ്ടമായിരുന്നു. അത് ഇടിഞ്ഞു വീഴുന്നത് കണ്ടായിരുന്നു ഞങ്ങൾ. കോടുകൂടി ഇങ്ങനെ അന്നേരം കുറേ പേര് സഹായത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും വീണത്. ഞാൻ അന്നേരം വിളിച്ച് കൂവിയൊക്കെ ചെയ്ത് സൗണ്ട് കേട്ട് കുറേ പേരൊക്കെ വന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹത്തിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം സോണിയസ് കുമാറിന്റെ മൃതദേഹം കൊട്ടാരക്കര ഫയർ ഓഫീസിൽ പൊതുദർശനത്തിൽ വെക്കും. ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ നമുക്ക് വെട്ടമില്ലായിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇവരുടെ ആ ഒരു ബന്ധുവെന്നോ ഹസ്ബൻഡെന്നോ ഒക്കെ പറയുന്ന ഒരാളെ ലൈറ്റ് അടിച്ച് തരാനായിട്ട് സഹായിക്കാനായിട്ട് വിളിച്ചു. ഈ പുള്ളി ഫെൻസിംഗല്ലേ, കിണറിൻ്റെ ഫെൻസിങ്ങിലേക്ക് ചാരി നിൽക്കാം, ഫെൻസിങ് അകത്തേക്ക് പോവുകയും ചെയ്തത്. നിരന്തരമായി അർച്ചനയും ശിവകൃഷ്ണൻ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു, മർദ്ദനമുണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികളുമായി ഇവർക്ക് കുടുംബത്തിന് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ 3 പേരുടെ ജീവൻ നഷ്ടമായി. ഒപ്പം തന്നെ 2 കുടുംബങ്ങൾക്ക് അത്താണികളില്ലാതായി. അർച്ചനയുടെ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായിരിക്കുന്നു. സോണി എസ് കുമാർ എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന്, അദ്ദേഹമായിരുന്ന കുടുംബത്തിന്റെ ആശ്രയം, ആ കുടുംബത്തിന്റെ ആശ്രയം ഇല്ലാതായിരിക്കുന്നു.